Hi, Namaste. Welcome back. Viewers, welcome back to my channel in Tradam. സെൻസെക്സിൻ്റെ മൊമെൻ്റ് ആണ്. സെൻസെക്സിൽ ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 7th ഓഗസ്റ്റിലെ പെർഫോമൻസ് ആണ്. മോർണിംഗിൽ ഗ്യാപ് ഡൗണിൽ ഇറങ്ങി ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് കിട്ടി, നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എൻട്രി എടുക്കാം, ആക്യുറേറ്റ് ആയിട്ടുള്ള എൻട്രി, എക്സിറ്റ്, ഫേക്ക് ആയിട്ട് പോകുന്ന ട്രേഡുകളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ലേറ്റസ്റ്റ് വേർഷനിൽ മനസ്സിലാക്കി തരുന്നുണ്ട്. വ്യക്തമായിട്ട് എളുപ്പമാണ്. ഫ്രഷേഴ്സിനൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെൻസെക്സിൽ ഇപ്പോൾ ഇന്നത്തെ മൊമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഡൗൺ സൈഡ് ഇൻഡിക്കേഷൻ ആണ്. നമുക്ക് മോർണിംഗിൽ നമുക്ക് ഒരേ ഒരു സിക്കിലേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ മോർണിംഗ് സൈഡിലെ പെർഫോമൻസ് ആണ്. മോർണിംഗിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സെൽ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. 9:20 സെല്ല് കിട്ടി. ഗ്യാപ് ഡൗണിൽ ഇറങ്ങിയെങ്കിലും സിഗ്നൽ നമുക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ ഓറഞ്ച് ആയതുകൊണ്ട് സപ്പോർട്ട് ബ്രേക്കിന് ശേഷമാണ് നമ്മൾ എടുത്തത്. അവിടെ നിന്നാണ് നമുക്ക് 78,600 പുട്ട് സൈഡ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് സിഗ്നലിൽ നമുക്ക് മോർണിംഗിൽ തന്നെ നമുക്ക് ബൈ ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് 456 എൻട്രി എടുത്തത്. അപ്പോൾ ആദ്യത്തെ ബ്രേക്കിൽ തന്നെ നമുക്ക് 555 വരെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കയറി. നെക്സ്റ്റ് ഒരു റിട്രേസ്മെൻറ്റിൽ തിരിച്ച് മാർക്കറ്റ് എഗെയിൻ ബ്രേക്ക് ചെയ്ത് 562 വരെ കയറിയിട്ടുണ്ട്. 2 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 3rd ടാർഗറ്റ് ഹിറ്റായിട്ടില്ല. തിരിച്ച് മാർക്കറ്റ് ഇപ്പോൾ സൈഡ് വേസിൽ നിൽക്കുകയാണ്. നമുക്ക് എക്സ്ട്രാ കളർ കാണിച്ച് നിൽക്കുകയാണ്. ഇവിടെ എക്സിറ്റ് ചെയ്യാം, പക്ഷേ സെൽ സൈഡിലേക്ക് ആയിട്ടുള്ള പുൾ ബാക്ക് മാത്രമാണ് കാണിക്കുന്നത്. എക്സിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എക്സ്ട്രാ കളർ വഴി നമുക്ക് സൈഡ് വേസ് ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ എക്സിറ്റ് ചെയ്ത് വിടാം. പക്ഷേ സെൻസെക്സിൽ നോക്കുന്ന സമയത്ത് നമുക്കിപ്പോഴും ബൈ സൈഡിലേക്ക് ആകത്തുകൊണ്ട് നമുക്കൊരു കോൾ ഓപ്ഷൻ എടുക്കാൻ പറഞ്ഞിട്ടില്ല. പുൾ ബാക്ക് മാത്രമാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ വേണമെങ്കിൽ എക്സിറ്റ് അടിക്കാം. പുട്ട് ഓപ്ഷൻ നമുക്ക് ആക്ച്വലി അവിടെ എക്സിറ്റ് ചെയ്ത് പറയണം. പക്ഷേ അവിടെ ബൈ സൈഡിലേക്ക് എടുക്കാനുള്ളൊരു എൻട്രി നമുക്കിവിടെ തന്നിട്ടില്ല. അപ്പോൾ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് ലേറ്റസ്റ്റ് വെർഷൻ 8.1. അപ്പോൾ നമുക്ക് സെൽ ഇൻഡിക്കേഷൻ നമുക്ക് റെഡ് കളർ ഡൗൺ ആരാണ്, സെല്ല് ഗ്രീൻ ആണ് ബൈ. ഇപ്പോൾ ഇന്നലെ മാർക്കറ്റ് വളരെ കൺസോൾട്ടേഷൻ ആണെങ്കിലും നമുക്ക് സെൻസെക്സിൽ വ്യക്തമായിട്ട് നമ്മുടെ സോഫ്റ്റ് ലേറ്റസ്റ്റ് വെർഷൻ പ്രത്യേകിച്ച് 5 മിനിറ്റ്സ് ചാർട്ടിൽ 5 ആണ് കുറച്ചുകൂടെ ആക്യുറസി. സ്കാൽപ്പിങ്ങിലാണ് നമ്മൾ 1 എടുക്കുന്നത്. 5 നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് കയറി എഗെയിൻ നമ്മുടെ മാർക്കറ്റ് ഇന്നലെ നമുക്ക് ആക്ച്വലി ഒരു 10 മണിക്ക് ശേഷം ഒരു ഡൗൺ സൈഡ് പോയെങ്കിലും സോഫ്റ്റ് അവിടെ ബൈ സെല്ല് സ്ട്രോങ് അല്ല എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് പുൾ ബാക്ക് മാത്രം കാണിച്ച് തിരിച്ച് മാർക്കറ്റ് കയറുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ നല്ലൊരു എൻട്രി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഫ്രഷേഴ്സിനൊക്കെ നമുക്ക് ലേറ്റസ്റ്റ് വെർഷനിൽ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അത് കഴിഞ്ഞ് സൈഡ് വേസ് ആയിരുന്നു. അപ്പോൾ പക്ഷേ ക്ലോസിംഗ് ലെവൽ വരെ മാർക്കറ്റ് ബൈ സൈഡ് തന്നെയാണ് തന്നിരുന്നത്. അപ്പം ഇന്നാണ് നമുക്ക് സെൽ ഇൻഡിക്കേഷൻ തന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആയപ്പോഴേ ഗ്യാപ് ഡൗണിൽ സെല്ല് നമുക്ക് ഇൻഡിക്കേഷൻ തന്നു. പക്ഷേ സെക്കൻഡ് ക്യാൻഡിൽ ഓറഞ്ച് ആയതുകൊണ്ട് സപ്പോർട്ട് ബ്രേക്കിന് ശേഷമാണ് എടുത്ത്. മോർണിംഗിൽ ഒരു സൈഡ് വേസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക് ഔട്ട് എടുത്ത് മാർക്കറ്റ് താട്ടിറങ്ങി. 2 പ്രാവശ്യം ബ്രേക്ക് ചെയ്ത് താട്ടിറങ്ങി. നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡും തേർഡും നല്ലൊരു ഡൗൺ സൈഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എന്നാലും നമുക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മുടെ നിഫ്റ്റി നോക്കുകയാണെങ്കിലും നിഫ്റ്റിയിലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഡൗൺ തന്നെയാണ് ഇറങ്ങുന്നത്. ഇന്നത്തെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നലത്തെ സെല്ല്, ഇപ്പോൾ ഇന്നലെ ആ സെൽ സൈഡ് വന്ന് സൈഡ് വേസിൻ്റെ അവിടുത്തെ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് പോയി. നമുക്ക് മോർണിംഗ് സെല്ല് സൈഡ് വേസ് നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട് സപ്പോർട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇറങ്ങി. അവിടെ 2 പ്രാവശ്യം മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡും തേർഡും ഇപ്പോൾ പെൻഡിങ് ആണ്. ഇപ്പോൾ നെക്സ്റ്റ് ബ്രേക്ക് ഔട്ടിൽ ഈ പുൾ ബാക്കിൽ നിന്ന് അടുത്ത ഡൗൺ സൈഡിലേക്ക് എൻട്രി പോകുമ്പോൾ അവിടെ റീ എൻട്രി തരുമ്പം നമുക്ക് എടുക്കാം. അപ്പോൾ അവിടെ നമുക്ക് ആ സമയത്ത് നമുക്ക് പുട്ട് ഓപ്ഷൻ നമ്മൾ സ്ട്രൈക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് വ്യൂവിൽ സിമ്പിൾസിൽ പോയി നമുക്ക് ഏത് സ്ട്രൈക്ക് വേണമെങ്കിലും നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഇന്നത്തെ നമ്മളത് മോർണിംഗ് സൈഡിലെ പെർഫോമൻസ് വൈസ് നമ്മൾ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ എടുത്ത എൻട്രിയാണ് 78,600 പുട്ട് ഓപ്ഷൻ. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ബൈ സൈഡ് ഫസ്റ്റ് ബ്രേക്ക് ഔട്ടിൽ തന്നെ സിഗ്നൽ വന്ന റെസിസ്റ്റൻസിനെ കട്ട് ചെയ്താണ് കയറിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് രണ്ടാമത്തെ ഒരു ബ്രേക്ക് ഔട്ട് ജസ്റ്റ് പുൾ ബാക്ക് ശേഷം ഒരു 11:45 ബ്രേക്ക് ചെയ്ത് 499 മാർക്കറ്റ് കയറിയതാണ്. അവിടെ നിന്ന് രണ്ടാമത്തെ ട്രേഡിൽ നിന്ന് തന്നെ 557 വരെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ കളർ സൈഡ് വേസ് ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. പക്ഷേ സെൻസെക്സിൽ നമുക്ക് ബൈ സൈഡിലേക്ക് വരാത്ത സ്ഥിതിക്ക് അവിടെ ട്രേഡ് നമുക്ക് ബൈ സൈഡ് നമുക്ക് കോൾ ഓപ്ഷൻ എടുക്കാറായിട്ടില്ല. ഇപ്പം നമുക്ക് ട്രേഡ് പുട്ടിൻ്റെ നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് അവിടെ കളർ ചേഞ്ച് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാം. നമ്മുടെ ലേറ്റസ്റ്റ് വേർഷൻ പ്രത്യേകിച്ചും ഫ്രഷേഴ്സിന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും.